ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയും അടിക്കാൻ പദ്ധതിയൊരുക്കി ഇന്ത്യ. ഇന്ത്യക്കെതിരെ ഇനി ചെറുവിരൽ അനക്കാൻ പോലും പാകിസ്ഥാൻ 10 വട്ടം ആലോചിക്കും. ഒരു കാലത്ത് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ മാനസപുത്രനായ താലിബാനെ ഇന്ത്യ തങ്ങളുടെ പരിധിയിലാക്കിയതോടെ പാകിസ്ഥാന് ഇനി ഉറക്കമില്ലാത്ത നാളുകൾ. ഒരു കാലത്ത് ഇന്ത്യ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്ന താലിബാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം പുതിയ തലത്തിലേക്ക് വളരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 100-ലേറെ തീവ്രവാദികളെ വധിച്ചുവെന്നാണ് ഇന്ത്യയുടെ കണക്കുകൾ. എന്നാൽ കഴിഞ്ഞ 2 വർഷത്തിലേറെയായി ഇതിലേറെ തീവ്രവാദികൾ പാകിസ്ഥാന്റെ ഉള്ളിൽ അജ്ഞാതന്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ചാരസംഘടനയായ റോ ആണ് ഈ കൊലപാതകങ്ങൾ നടത്തുന്നതെന്നും താലിബാന് ഇതിൽ പങ്കുണ്ടെന്നുമാണ് പാകിസ്ഥാന്റെ ആരോപണം. കശ്മീരിലെ പഹൽഗാം തീവ്രവാദ ആക്രമണത്തെയും പാക് ഇടപെടലിനെയും താലിബാൻ പരസ്യമായി അപലപിച്ചിരുന്നു. ഇതിനു പിന്നാലെ താലിബാൻ ഭരണകൂടത്തോട് നന്ദി അറിയിക്കാൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ മെയ് 16-ന് നേരിട്ട് കാബൂളിലെത്തി. ഇതോടെ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ ഔദ്യോഗികമായ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിന് ലോകം സാക്ഷികളാവുകയും ചെയ്തു. താലിബാൻ ഭരണകൂടത്തെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറുമെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. തീവ്രവാദ ഭരണകൂടമെന്ന് ലോകം മുദ്ര ചാർത്തിയ താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ ബന്ധം ശക്തമാക്കുന്നതിന്റെ ലക്ഷ്യമെന്താണ്? അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും അടുക്കുന്നത് പാകിസ്ഥാനെ എന്തുകൊണ്ടാണ് ഭയപ്പെടുത്തുന്നത്? പാക് തീവ്രവാദികളെ കൊലപ്പെടുത്താൻ ഇന്ത്യൻ ചാരസംഘടനയായ റോ താലിബാനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? വിശദമായി പരിശോധിക്കാം. ഞാൻ മീന മേരി ജോസഫ്, ജിയോ റിപ്പോർട്ടറിലേക്ക് സ്വാഗതം.